بسم الله الرحمن الرحيم والحمد لله رب العالمين الصلاة والسلام على سيدنا وحبيبنا محمد رحمة للعالمين وعلى آله وصحبه أجمعين أما بعد فرح الربيع 20 ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് സ്വഹാബത്തിന് തുടങ്ങിയിട്ട് ഖിയാമത്ത് നാളത്തോളം പണ്ടുള്ള മനുഷ്യന്മാർ ഹയാത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നാളെ വഫാത്തിൽ പിന്നെ നബിതങ്ങളെ കൊണ്ട് ഒരുപാട് സഹായങ്ങളും ഗുണങ്ങളും സ്വഹാബത്തിനും അല്ലാത്തവർക്കും കിട്ടിയിരുന്നു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹയാത്ത് കാലത്തിൽ സഹാബത്ത് അത്ഭുതകരമായിട്ട് മുഅ്ജിസത്ത് മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് സഹായം കിട്ടിയത് ആയിരക്കണക്കിന് ഉദാഹരണങ്ങൾ നമുക്ക് ഗൊന്തുണ്ട്. ഒരിക്ക മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ട മനുഷ്യൻ്റെ നബിയെ, ഞാൻ നിങ്ങളെ ബെന്നലുബായി എല്ലാ സന്ദർഭത്തിലും നിങ്ങളെ ദർസിൽ ഞാൻ പഠിച്ചുകൊണ്ടില്ല, പക്ഷെ ഒന്നും ഓർമ്മ നിൽക്കില്ല. ആ സമയത്ത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കൊടുക്കുന്ന പരിഹാരം എന്തോ ഒരു ടൂവലിവിടെ വിരിക്കുകയുള്ളൂ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ടൂവൽ വിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തോ ഒന്ന് കോരിട്ട് അത് കിട്ട പോലെ ആക്കിടും, കാണില്ല എന്തിനാ ഇടോ. എന്നിട്ട് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലി, ആ ടവലിലോ നീ നിന്റെ നെഞ്ഞിക്ക് കൂട്ടുകാലും. അങ്ങനെ അയാൾ ആ ടവലിൻ്റെ നെഞ്ഞിങ്ങനെ കൂട്ടി വയ്ക്കരുത്. പിന്നെ അയാളുടെ ജീവിതത്തിൽ ഒന്നും മറന്നിട്ടില്ല. എന്നിട്ട് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചെണ്ടത് സ്വഹീഹായ ഹദീസിൽ നമുക്ക് കാണും. ഇതേപോലെ എത്രമാ സംഭവങ്ങൾ. ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹുടെ ബാപ്പ ഉഹദിൽ ഷഹീദായപ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹു ബാപ്പയുടെ മയ്യത്തർ മുട്ടതിൻ്റെ ഇങ്ങനെ ഉൾപ്പെട്ടിട്ടുണ്ട്. ദീർഘമായ ചരിത്രം ചുരുക്കിയിട്ടില്ല. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ ബേജാറ് കേട്ടത്, നിന്റെ ബാപ്പ ശുഹദാക്കളുടെ കൂട്ടത്തിൽ അള്ളാഹുട്ടിക്ക് നേരിട്ട് പലക്ക് പറഞ്ഞിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉയർന്ന സ്ഥാനം കൊടുത്തറ. അള്ളാഹു തആല നിന്റെ ബാപ്പുട്ടിക്ക് ചെണ്ടോ തമന്ന അലയ്യ ഒഴുത്തിക്ക, നീക്ക് എന്തൊരു വേണം അത് ഞാൻ തൻ്റെ ചെന്നിട്ടു. നിന്റെ ബാപ്പുട്ടിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ചെന്നിട്ട് നീ എന്തിന് ബേജാറാക്കിടാൻ. ആ സമയത്ത് ജാബിർ റളിയല്ലാഹു അൻഹു നിന്റെ ബാപ്പക്ക് ഒരുപാട് കടമുണ്ട്, നിൻ്റെ ഇതിലുള്ള തോട്ട വിത്തെങ്കിലും ആ കട തീർക്കുക സാധ്യമില്ല. അപ്പം ഞാൻ എന്താക്കും. ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു ചൊല്ലി, അത് യഹൂദികളുടെ ഭാഗത്തിലായിട്ട് ചെന്ന കടമുള്ളൂ, അങ്ങോട്ടേക്ക് ഒരു കൊറിയ ബുടക്ക് വേനായിട്ട് ചെന്നെങ്കിൽ ബാക്കി തോട്ട വിത്തെങ്കിൽ സമാവും. അപ്പം യഹൂദികളുടെ പലക്കറിഞ്ഞ പങ്കു ചെന്നാൽ എല്ലാം നമുക്ക് കിട്ടണേ, ഒന്നും വിടില്ല. ആ സമയത്ത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇനി അത് പ്രശ്നമില്ല, അതൊക്കെ പരിഹാരമാക്കാം. മുഅ്ജിസത്ത് മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായിക്കും. ജാബിർ റളിയല്ലാഹു അൻഹു ചെല്ല്, നിന്റെ തോട്ടത്തിൽ നിന്ന് ഈത്തപ്പ അതെല്ലാം ഏതെല്ലാം ഉണ്ട് അതെല്ലാം എടുത്തിട്ട് റെഡിയാക്കിയിട്ട് വെക്കുന്ന പണ്ടേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടു ആ ഈത്തപ്പഴത്തെ റാശിൻ ദയിക്കല് ദ്വാരക്കിടും, അളന്നു കൊടുക്കല്. അങ്ങനെ അളന്നു കൊടുത്ത് എല്ലാവരുടെ കടം വീടും, ലക്ഷക്കണക്കിന് കടായിട്ടില്ല, എല്ലാ കടം വീടിട്ട് പിന്നെയും അതേപോലെ ബാക്കി ഇത് നിൽക്കും നിന്റെ പെങ്ങന്മാർക്ക് എടുത്തിട്ട് ഉപയോഗമാക്കും. എന്നിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്ന് കണ്ടു. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹയാത്ത് കാലത്ത് എത്രമാ സഹായങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്ത് അനുഭവിച്ചതാണ്. ഇതൊന്നും ചെണ്ടല്ല, എത്രമാ ഉദാഹരണങ്ങൾ ഇതിലുണ്ട്. ഉഹദിൽ ബഹുമാനപ്പെട്ട ഖതാദ റളിയല്ലാഹു അൻഹു കണ്ണ് കരച്ചിട്ട് കൗളിലിങ്ങനെ പത്തി പിടിച്ചത്. ബഹുമാനപ്പെട്ട ഖതാദ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുട്ട പഞ്ചൽ നബിയെ, നല്ല കണ്ണ് കറക്റ്റായിട്ട് കിട്ടും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ല്, നീ ക്ഷമിച്ചെങ്കിൽ സ്വർഗമുണ്ടോ. സ്വർഗം വേണ്ടല്ല, പക്ഷെ ഞാൻ ഇപ്പം മഞ്ഞളായ പുതിയാപ്പില്ല, ഞാൻ വലിയ ഇഷ്ടപ്പെട്ട പെണ്ണു നക്ക് കിട്ടിയത്, ഞാൻ ഈ ഒരു കണ്ണായിട്ട് പോകുമ്പോൾ ചിലപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടില്ലെങ്കിലാ, അതുകൊണ്ട് പെഞ്ഞൈമാറും ഒന്ന് സംതൃപ്താക്കണമല്ലേ. ചെന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലിട്ട് ആ കണ്ണ് വേണോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണിനോടെടുത്തിട്ട്
അവിടെയൊക്കെ തടുക്കി കൊടുക്കും, ഷിഫ. സുബ്ഹാനല്ലാഹ്. പിന്നെ ബഹുമാനപ്പെട്ട ഖത്താദ് റളിയല്ലാഹു അൻഹു ചൊല്ല്, ഇവരുടെ കണ്ണുക്ക് സീക്ക് വന്നെങ്കും നബി തങ്ങളെ കൈ തട്ടിയ ഈ കണ്ണുക്ക് സീക്കയില്ല, മരിക്കുന്നോടത്തോളം ഒരു സീക്കും വണ്ടിയില്ല. അത്രയും പവർഫുള്ളായി. കാരണം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശഫാഅത്ത് മുഖേന അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തതായിട്ട് ഇല്ലത്. അതുകൊണ്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടിട്ട് ഒരുപാട് സഹായ സ്വഹാബത്ത് കിട്ടിയിരുന്നു. അത് ഒന്നും ചെണ്ടല്ല, ആയിരക്കണക്കിൽ ഇങ്ങനത്തെ സംഭവങ്ങൾ സ്വഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊട്ടിക്ക് അനുഭവിച്ചതാണ്. എത്ര ചെന്നിനും തീരല്ല. ഖൈബറിൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തോട് ചൊല്ലി, ഖൈബർ നാളെ ഞാൻ ഒരാളെ കയ്യിൽ കൊടുക്കടേ, റജുലൻ യുഹിബ്ബുല്ലാഹ വ റസൂലഹു വ യുഹിബ്ബുഹു അല്ലാഹു വ റസൂലുഹു. അള്ളാഹും അള്ളാഹുടെ റസൂലിനെയും അയാൾ ഇഷ്ടപ്പെടുക, അയാൾ അള്ളാഹും അള്ളാഹുടെ റസൂലും ഇഷ്ടപ്പെടുക. അങ്ങനത്തെ ഒരാൾ അയാളെ കയ്യിൽ ഞാൻ കൊടുക്കുക. എല്ലാവരും പിറ്റേന്ന് സുബൈക്ക് എൻ്റെ കയ്യിൽ കിട്ടുമെന്ന് വെച്ചിട്ട് ആഗ്രഹ. കാരണം അള്ളാഹും അള്ളാഹുടെ റസൂലും ഇഷ്ടപ്പെട്ട ഒരാളല്ലേ, ആ ആൾ നാനാവണം ചെല്ലൊരു ആഗ്രഹ. ആ സമയത്ത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിക്കറോ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. അലി ബിൻ അബി ത്വാലിബ് എവിടെയുണ്ട് കേട്ടപ്പ അയാൾ റൂമുകൾക്ക് ബാക്കിയായി, കണ്ണ് തുറക്കുകയില്ല. കണ്ണ് നമ്മൾ സൈക്കോ തീരാണ്ട് കണ്ണ് തുറക്കുകയില്ല. ആ സമയത്ത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിളിക്കുറ അയാൾ വിളിച്ചുകൊണ്ട് വരും, കൈ പിടിച്ച് കുട്ടിക്കൊണ്ട് വന്നാണ്. വന്നപ്പുറത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ കണ്ണുക്ക് അയാളെ കണ്ണുക്ക് തുപ്പി കൊടുക്കുറു, കണ്ണ് ഷിഫ. പിന്നെ ആ കണ്ണിൽ ഒരു സീക്കും വന്നിട്ടില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സ്വഹാബത്ത് എത്രമാ സഹായങ്ങൾ ഹയാത്ത് കാലത്തിൽ നേരിട്ടാണ്. വഫാത്തിൽ പിന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് എത്രമാ ഹെൽപ്പുകൾ സ്വഹാബത്ത് കിട്ടിയത്. അതിലേറ്റവും പ്രധാനമായി ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു സംഭവ ബഹുമാനപ്പെട്ട അബൂബക്കർ ബഗ്ദാദ് റളിയല്ലാഹു അൻഹു ഹിജ്റ 320 വഫാത്തായ ബഹുമാനപ്പെട്ട അബൂബക്കർ ബഗ്ദാദ് റളിയല്ലാഹു അൻഹു അയാൾ അശ്ശരീഅ ചൊല്ല കിതാബിൽ ചൊല്ല്, സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായുടെ ആ സന്ദർഭത്തിൽ മക്കളെ വിളിച്ചിട്ട് അവിടെ ചുറ്റി ഞങ്ങളെ വിളിച്ചു ചൊല്ല്, ഇതാ മിത്തു, നാം മരിച്ചെങ്കിൽ വഫറഖ്തു മിൻ ജിഹാസി, എൻ്റെ മയ്യത്ത് പരിപാലന നിങ്ങൾ പൂർത്തിയാക്കിയെങ്കിൽ ഫഹ്മിലൂനി, എൻ്റെ ജനാസ നിങ്ങൾ കൊണ്ടുപോകണം. കൊണ്ടുപോയിട്ട് ഹത്താ തഖിഫു ബിബാബിൽ ബൈത്തി അല്ലദീ ഫീഹി ഖബ്റു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ ഖബറിലോ ആ റൂമിടെ മുട്ട എൻ്റെ മയ്യത്തിനെ കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോയിട്ട് അവിടെ ഡോറിനെ മുട്ട എൻ്റെ മയ്യത്തിനെ വെക്കും. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചൊല്ലി, അങ്ങനെ കൊണ്ടുപോയിട്ട് വെച്ചിട്ട് ഫഖിഫു ബിൽ ബാ, ഡോറിനെ മുട്ട നിങ്ങൾ നിൽക്കണം. നിന്നിട്ട് അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടേക്ക് ചെല്ലണം. നിങ്ങൾ എങ്ങനെ ചെല്ലണോ? ബഹുമാനപ്പെട്ട അബൂബക്കർ റളിയല്ലാഹു അൻഹു ചൊല്ലി, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, ഓ അല്ലാഹുവിൻ്റെ റസൂലേ, നിങ്ങളുടെ മേൽ അല്ലാഹുവിൻ്റെ സലാം ഉണ്ടാവട്ടെ. സലാം ചൊല്ലണം. ഹാദാ അബൂബക്കർ യസ്തഅ്ദിനു, ഇതാ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ജനാസ ഉണ്ട്. നിങ്ങളോ ആ റൂമിൽ നിങ്ങളെ മുട്ട മറവിച്ചു പോകാനായിട്ട് പെർമിഷൻ കേട്ടുകൊണ്ടുണ്ട്. നിങ്ങൾ പെർമിഷൻ തന്നു ചെന്ന് കേൾക്കണം. ഫൈൻ അതിനലക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾക്ക് പെർമിഷൻ തന്നെങ്കിൽ ആണ് ഡോർ ഓപ്പൺ ആയെങ്കിൽ നിങ്ങൾ എന്താക്കണോ? യസ്തഅ്ദിനു ഫൈൻ അതിലക്കും. പിന്നെ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചൊല്ലി, അവിടെ ഡോർ ഓപ്പൺ ആയി കാനൽ ബാബു മുഗ്ലഖൻ, അങ്ങനെ ഫഅദ്ഖുലൂനി ഫദ്ഫനൂനി, അവിടെ ഡോർ ഓപ്പൺ ആയെങ്കിൽ എൻ്റെ മയ്യത്ത് നിങ്ങൾ കൊണ്ടുപോകണു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പരിശുദ്ധമായ ഖബർ ശരീഫിനെ വിട്ട് എൻ്റെ മറവ് ചെയ്യണോ. എന്നിട്ട് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചൊല്ലി, സുബ്ഹാനല്ലാഹ്, ഇനി വൈലം യുഗ്ദൻ ലക്കും, നിങ്ങൾക്ക് പെർമിഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ, അവിടെ സമ്മതം കിട്ടിയില്ലെങ്കിൽ ഫഅഖ്രിജൂനി ഇലൽ ബഖീ, നിങ്ങൾ എൻ്റെ ജന്നത്തുൽ ബഖീൽ കൊണ്ടുപോകണോ. വദ്ഫനൂനി, അവിടെ നിങ്ങൾ എൻ്റെ മറവ് ചെയ്യണോ. എന്നിട്ട് അങ്ങനെ ഫഅലു സഹാബത്ത് അങ്ങനെ മേക്കിയ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റൗള ശരീഫിനെ മുട്ട ഹബീബ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജനാസ കൊണ്ടുപോയിട്ട് വെക്കിടാൻ. അങ്ങനെ കൊണ്ടുപോയിട്ട് വെച്ചിട്ട് സഹാബത്ത് കേൾക്കിടാൻ. അങ്ങനല്ലേ ഫലമ്മാ വഖഫു ബിൽ ബാ, അങ്ങനെ ബായിൻ്റെ മുട്ട കൊണ്ടുപോയിട്ട് അങ്ങ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റൗള ശരീഫിനെ മുട്ട കൊണ്ടുപോയി വെച്ചപ്പ വഖാലു ഹാദാ
സഖത്തൽ ഖഫ് വൻഫതഹൽ ബാ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ വെച്ചിട്ടുണ്ടാർ നബിയെ ഇതാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ജനാസ ഉണ്ട്. ഹാദാ അബൂബക്കറുൻ ഫിൽ ബാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ജനാസ ഇവിടെ കൊണ്ടുപോയി വെക്കുമ്പോൾ ബീഗ തിരക്കരുത്, വായിൽ ഓപ്പൺ ആവും. അതിൽ ഉൽഗത്തിലോ ശബ്ദ കേൾക്കണോ സൗണ്ട് അത് ഹബീബ ഇലൽ ഹബീബ്. നിന്റെ ഹബീബോ അയാളെ ഹബീബിനെ മുട്ട കൊണ്ടുവന്ന് കിടത്തുള്ളൂ. ബഹുമാനപ്പെട്ട ഫൈനൽ ഹബീബ ഇലൽ ഹബീബ് മുഷ്താഖ്. ഏതൊരു ഹബീബും അവൻ്റെ ഹബീബോ ഏതൊരു സ്നേഹിതനും അവൻ്റെ സ്നേഹിതനോ കാണുകയും കൂടെ കിടക്കുകയും ഒരുമിച്ച് കൂടുകയും ആഗ്രഹിക്കുന്നതായിട്ടുണ്ട്. അതുകൊണ്ട് നിന്റെ ഹബീബിനെ നിങ്ങൾ നിന്റെ മുട്ട കൊണ്ടുവരൂ എന്നിട്ട് ബഹുമാനപ്പെട്ട സയ്യിദന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ ഖബർ മുട്ടത്തോ ശബ്ദ കേൾക്കട്. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഒരുപാട് സഹായങ്ങൾ സ്വഹാബത്ത് കിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സ്വഹാബിമാർ അല്ലാത്തങ്ങും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹയാത്തിലും മൗത്തിലും ഒരുപാട് സഹായങ്ങൾ എടുത്തത് കണ്ടു. അതുപോലെ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് കാലത്തിലായിട്ട് ഒരാൾ വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ഷരീഫിനെ മുട്ട. അതും ആ സമയത്ത് തന്നില്ലാണ്ട് മഴയില്ലാണ്ട് തന്നില്ലാണ്ട് ഭയങ്കര ക്ഷാമം പിടിച്ചൊരു സന്ദർഭം. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് കാലത്തിലായിട്ടുണ്ട്. അസാബന്നാസ് ഖഹ്തുൻ ഫീ സമനി ഉമർ റളിയല്ലാഹു അൻഹു കാലത്തിൽ ഭയങ്കര ക്ഷാമമുണ്ട്. ആ ക്ഷാമം വന്നപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ആ കാലത്തിൽ ഫജാഅ റജുലുൻ ഇലാ ഖബരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബർ മുട്ട വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചൊല്ല്, യാ റസൂലല്ലാഹ് ഇസ്തസ്ഖി ലി ഉമ്മതിക ഫഇന്നഹും ഖദ് ഹലകു. ഓ അല്ലാഹുവിൻ്റെ റസൂലേ, നിങ്ങളെ ഉമ്മത്ത് ഇവിടെ തന്നില്ലാണ്ട് നാശത്തിൽ പോയിട്ടുള്ള, തന്നില്ലാണ്ട് ഹലാക്കായിട്ടുള്ള, ഭയങ്കര കഷ്ടത്തിലുള്ള. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനൊട്ടിക ഒന്ന് ദ്വാർന്നിട്ട് മല എടുത്തിറങ്ങൂ എന്നിട്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ട് ഖബറിൽ കിടന്നൊരു നബി തങ്ങളെ വിളിച്ചിട്ട് ഒരാൾ വന്നിട്ട് സഹായിക്കേണ്ടത്. അങ്ങനെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ അയാൾക്ക് സ്വപ്നത്തിൽ അയാൾക്ക് കിനാവുൽ അങ്ങനെ കിനാവുൽ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ല്, ഈ ഉമർ അണ്ടത്തെ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു അല്ലേ, നിങ്ങൾ നേരെ ഉമർ റളിയല്ലാഹു അൻഹു മുട്ട പഠിച്ചോളണം. ഫഖറഉഹു സലാം, നല്ലൊരു സലാം ചൊല്ലണം. സലാം ചെന്നിട്ട് വഅഖ്ബിറുഹും അന്നകും മുസ്ഖഊൻ, നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് അള്ളാഹുടെ ഭാഗത്തുള്ള നല്ല മല നല്ല തന്നി കിട്ടുന്ന ഒരു സന്തോഷ വാർത്ത നിങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹു ചൊല്ലണം. കാരണം ഖലീഫായിട്ട് ഇവിടെ ഇതിനെല്ലാം നിയന്ത്രിച്ചിട്ടുള്ളൂ. ഖലീഫർട്ടി നിങ്ങൾ പഠിച്ചോളൂ. വഖുല്ലഹു അലൈക അൽ കൈസ് അലൈക്കൽ കൈസ് അലൈക്കൽ കൈസ്, തെല്ല് ആഡളിത്തത്തിൽ തെല്ല് സമാധാനം തെല്ലൊരു സടിയു ആക്കണു ചെന്നിട്ട് നിങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചൊല്ലണം. എന്നിട്ട് ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഖബർ മുട്ടം വന്ന് സഹായിക്കട്ടെ. ഈ മനുഷ്യരോ ഒട്ടിയ കിനാവ് വിളിച്ചിട്ടുണ്ട്. ആ മനുഷ്യ ഫാത്താ ഉമർ റളിയല്ലാഹു അൻഹു മുട്ട ഫഅഖ്ബറഹു ഉമർ റളിയല്ലാഹു അൻഹു മുടിച്ചിട്ടുണ്ട്. ഫബക്കാ ഉമർ, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഉൾപ്പെട്ടിരുതി കേട്ടപ്പ നന്റെ ഇൽ യാറക്കുറവ് അയത്താൻ പടച്ചവനെ, നക്ക് നന്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ഭാര്യ ജാഗ്രതാക്കിര. ഇനി ഞാൻ നീ യാറക്കുറവ് തപ്പ് വന്നെത്തിക്കുവാച്ചല്ലോ ഒരു പേടി നക്കുണ്ടു ചെന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ഉൾപ്പെടും. അപ്പോൾ ചുരുക്കി ചെന്നെങ്കിൽ ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടിട്ടു വഫാത്തിൽ പിന്നെ ഇത് 1-ാം നൂറ്റാണ്ട് 1ನೇ ശതമാനം സഹാബത്തിലോ കാലത്തിലായിട്ട് ഇതെല്ലാം നടക്കണോ. ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ ആ കാലത്തിൽ അങ്ങനത്തെ എത്രമാ സംഭവങ്ങൾ നബി തങ്ങളെ വഫാത്തിൽ പിന്നെ 100കണക്കിന് സംഭവങ്ങൾ സഹാബത്തിന്റെ കാലത്തിൽ ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അയാൾ കാല് പിന്നെ മറകെട്ടിയെങ്കിൽ കാല് നീര് വെച്ചെങ്കിൽ അയാൾ യാ മുഹമ്മദ് ചെന്നിട്ട് വിളിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദിക്റായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ ഒരു പേര്, ആ പരിശുദ്ധമായ പേര് ഓ സ്തുതിക്കപ്പെട്ട നബിയേ. ചില ചിലപ്പോൾ യാ മുഹമ്മദ് വിളിക്കും തീരല്ലേ, അത് പേര് ചെണ്ട അർത്ഥത്തിലുള്ള നബി തങ്ങളെ വിശേഷണ. നബി തങ്ങളോ ഒരു വിശേഷണ എന്ന രൂപത്തിൽ വിളിക്കരുത്. യാ മുഹമ്മദ്, ഓ പ്രശംസാർഹമായ ഓ റസൂലേ നബി സല്ലല്ലാഹു അലൈഹി തങ്ങളെ ചെന്നിട്ട് അയാൾ ഇങ്ങനെ വിളിച്ചവർക്ക് കാൽ മറകെട്ടിയത് കറക്റ്റാവും.
ഇങ്ങനത്തെ ഒരുപാട് നൂറുകണക്കിൽ സ്വഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹായം കേട്ടതുണ്ട്. അതുപോലെ ബഹുമാനപ്പെട്ട ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു സഹാബിയായിട്ടുകൾ മഹാനായ ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് സഹായം കിട്ടിയത് ഇമാം നവവി റഹിമഹുല്ലാഹ് തഹ്ദീബുൽ ലുഗാത്ത് വൽ അസ്മാ തഹ്ദീബുൽ അസ്മാഇ വൽ ലുഗാത്തുൽ കിതാബുൽ ഷംസ് ബഹുമാനപ്പെട്ട ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ഡമസ്കസിലെ പണ്ട് ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനത്തേക്ക് വരുമ്പോൾ ഒരു 7-4 യാത്ര പിടിക്കുന്നു. എന്തോ ഒരു ആവശ്യ ഒരു സന്തോഷ വാർത്ത ചൊല്ലുകയായിട്ട് ബഹുമാനപ്പെട്ട ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഡമസ്കസിലെ പണ്ട് മദീനത്തേക്ക് അവരുടെ മദീനത്തെ ഡമസ്കസിലെ മദീനത്തേക്ക് എത്തവു 7 നാൾ പിടിച്ചു. അങ്ങനെ ബഹുമാനപ്പെട്ട ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു വേഗം പോണിപ്പ മദീനത്തേക്ക് വേഗം എത്തണം. ഈ ഡമസ്കസ്ക്ക് റിട്ടേൺ വേഗം എത്തണം, എല്ലാം അർജൻറ്റ് ഉണ്ട്. അപ്പം എന്താക്കണം, വരുമ്പോൾ 7 നാൾ പിടിച്ചിട്ട് ഇനി പോകുമ്പോൾ 7 നാൾ പിടിച്ചെങ്കിൽ ആവല ചെന്നിട്ട് അയാൾ നേരെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖബർ ഷരീഫിലെ മുട്ട പോയിട്ട് നബി തങ്ങളുടെ ചെല്ല് ഷഫാഅത്ത് കേൾക്കിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നക്കൊന്ന് വേഗം എത്തണം. 7 നാൾ ആവല, ಅದಕ್ಕೆ മുന്നോലെ എത്തണം. സുബ്ഹാനല്ലാഹ് കാലി ജണ്ടര നാളത്തെ ബഹുമാനപ്പെട്ട ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു റിട്ടേൺ എത്തിറ്. അത് ഇമാം നവവി റളിയല്ലാഹു അൻഹു ചെണ്ടമേ അങ്ങനെ അത് സുബ്ഹാനല്ലാഹ് ഇമാം നവവി റളിയല്ലാഹു അൻഹു ചെണ്ട അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ ഷഫാഅത്ത് കേട്ട കാരണത്തിൽ അയാൾ എന്താക്കിയിട്ട് വേഗം എത്തിറ്. അപ്പം നബി തങ്ങളുടെ സഹായ പല നിരക്കും കടായിട്ട് കുടുങ്ങിയ ഒരു മനുഷ്യ ഒരു താബീയങ്ങളിൽപ്പെട്ടാൽ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സഹായിക്കട്ടത് സ്വഹാബത്തിന്റെ കാലത്തിൽ നബി തങ്ങളെ സഹായിച്ചതും ഉണ്ട്. റഹ്മത്തുൽ ലിൽ ആലമീൻ, ലോകത്തിന് റഹ്മത്തായി വന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹായം അണ്ടും ഇണ്ടും ഖിയാമത്ത് നാളത്തോളം ഖിയാമത്ത് നാളിലും കിട്ടു ചെല്ലതിൽ യാതൊരു സംശയമില്ല. ഇതെല്ലാം സ്വഹാബത്ത് കേട്ടത് മഹാന്മാരായ അയിമ്മത്ത് അങ്ങനെ കിതാബിൽ രേഖപ്പെടുത്തി വെച്ച വിഷയങ്ങളായിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഫാഅത്ത് ഈ ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു നമുക്ക് തരട്ടെ. ആമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.